വിഭാഗങ്ങൾ ഒറ്റപ്പെടുന്ന ഏകാന്തത അനുഭവിക്കുന്ന സാമൂഹിക വിഭാഗങ്ങളെ തൊട്ട നേരങ്ങൾ എത്ര മനോഹരമായാണ് ഈ ആശയം ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് പടരുന്നത്. ജനകീയ പ്രശ്നങ്ങളിൽ തുറന്നുവച്ച നിലപാടുകളുടെ വഴിയൊരുക്കി നമ്മൾ മാലിന്യം, അടിസ്ഥാന സൗകര്യ വികസനം, പ്രാദേശിക പ്രശ്നങ്ങൾ തുടങ്ങി ഇടപെടേണ്ട വഴികളിൽ പുതിയ വഴികളായി സംഘടന. മനുഷ്യർക്കൊപ്പം എന്നാൽ മനുഷ്യരോട് മാത്രം പറ്റി നിൽക്കലല്ല, പ്രകൃതിയും പരിസ്ഥിതിയും സർവ്വജീവജാലങ്ങളും അതിന്റെ പരിധിയിൽ പെടുന്നു എന്ന് നാം ഓർമ്മിപ്പിച്ചു. സഹകരിക്കുക, നമ്മൾ തന്നെ സഹകരിക്കുക. കുറച്ച് സൈഡ് കേരളനാടിൻ അഭിമാനം, മനുഷ്യർക്കൊപ്പം കേരള യാത്ര, മനുഷ്യർക്കൊപ്പം കേരള യാത്ര, മനുഷ്യർക്കൊപ്പം കേരള യാത്ര, മനുഷ്യർക്കൊപ്പം കേരള യാത്ര. കേരള യാത്ര ജയിക്കട്ടെ, കേരള യാത്ര ജയിക്കട്ടെ, കേരള യാത്ര ജയിക്കട്ടെ, കേരള യാത്ര ജയിക്കട്ടെ. അടുത്തതായി കാസർഗോഡിലെ ബഹുമാനപ്പെട്ട MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ അവർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. സാദരം വഴിക്കോടിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ വേദിയിലിരിക്കുന്ന നേതാക്കന്മാർ, സമസ്തയുടെ സംസ്ഥാന ഭാരവാഹികൾ, പണ്ഡിതന്മാർ, അതുപോലെ തന്നെ കർണാടകത്തിലെ ബഹുമാനപ്പെട്ട സ്പീക്കർ അടക്കമുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കാന്തപുരം ഉസ്താദ് വരുന്നവരെ കാത്തിരിക്കണമെന്ന അദമ്യമായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വൈകിട്ടത്തെ മാവേലി എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് പോകണമെന്നുള്ളതുകൊണ്ട്, അവിടുന്ന് മധുരയ്ക്ക് പോകണമെന്നുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 6:20 മാവേലി എക്സ്പ്രസ് ഇവിടെ വരും. അതുകൊണ്ട് അദ്ദേഹം വരുന്നവരെ കാത്തിരിക്കാൻ എനിക്ക് സാധിക്കാതെ വന്നതിൽ അതിയായ ദുഃഖമുണ്ട്, വേദനയുണ്ട്. നമ്മളെല്ലാവരും വളരെ സന്തോഷനിർഭരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു മഹാമാനുഷി അദ്ദേഹം നടത്തുന്ന ഐതിഹാസികമായ ഒരു യാത്ര. കേരളത്തിൽ 3ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം ഇതൊരു യാത്ര നടക്കുന്നത്. മാത്രമല്ല, ഭാരതത്തിൽ അദ്ദേഹം സഞ്ചരിക്കാത്ത ഒരു സംസ്ഥാനവുമില്ല, കാണാത്ത ഒരു നേതാക്കന്മാരുമില്ല. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ സഞ്ചരിച്ച് ഒരു സഞ്ചാരിയായി മാറിയ അദ്ദേഹം 94ാമത്തെ വയസ്സിൽ പ്രായത്തിന്റെ അവശതകൾ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആത്മവീര്യം കാലം പോലും അദ്ദേഹത്തിന് വഴിമാറി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിജ്ഞാനത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മഹാപ്രവാഹമായ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇന്ന് ഉയർത്തിയിരിക്കുന്നത് മാനവികതയുടെ ഒരു മഹാസന്ദേശമാണ്. ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത്. മനുഷ്യന് വേണ്ടി എന്നുള്ള മുദ്രാവാക്യം അദ്ദേഹം ഒരു വ്യക്തിയല്ല, അദ്ദേഹം ഒരു പ്രസ്ഥാനമാണ്, അദ്ദേഹം ദാനധർമ്മങ്ങളുടെ പര്യായമാണ്, പ്രതീകമാണ്, അറിവിന്റെ ഒരു സമുദ്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ